എൻ്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ വിനിത, ദിവ്യ, രാധു ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. ബിജെപി നേതാവും നടനുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഈ വീഡിയോയിൽ പരാതിക്കാരായ 3 ജീവനക്കാരുമായി കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ അഹാനയും ഭാര്യ സിന്ധുവും ദിയയും സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകളാണ് സിന്ധു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഈ തട്ടിപ്പ് നടത്തിയതിൽ കുറ്റബോധം തോന്നിയെന്നും ആഗസ്റ്റിലാണ് ആദ്യമായി പണം തട്ടിയതെന്നും അവർ പറയുന്നത് ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ തട്ടിപ്പ് നടത്തി എത്ര കാശുണ്ടാക്കി എന്ന് അറിയണമെന്ന് അഹാന ചോദിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ടുകൾ നോക്കി 7 ലക്ഷത്തിലധികം രൂപയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നതിന് സത്യം പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാന്യമായി അവസാനിപ്പിക്കാമെന്നും അല്ലെങ്കിൽ തനിക്ക് പകരം പോലീസാവും നിങ്ങളെ ചോദ്യം ചെയ്യുക എന്നും അഹാന ജീവനക്കാരോട് പറയുന്നുണ്ട്. പിന്നാലെയാണ് ജീവനക്കാരിൽ ഒരാൾ ആഗസ്റ്റിലാണ് ആദ്യമായി പണം തട്ടിയതെന്നും ചെയ്തതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെന്നും പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന സ്വർണമടക്കം വിറ്റാണ് 5 ലക്ഷം രൂപയ്ക്ക് തിരികെ നൽകാനായി ഉണ്ടാക്കിയതെന്നും ഇവർ പറയുന്നു. ദിയയുടെ ഈ സ്ഥാപനത്തിൽ സാധനം വാങ്ങാൻ എത്തുന്നവർ പണം അയക്കാനായി സ്കാനർ ചോദിക്കുമ്പോൾ സ്വന്തം ഫോണിലെ സ്കാനറാണ് കാണിച്ചു കൊടുക്കാറുള്ളതെന്നും വീഡിയോയിൽ അവർ പറയുന്നത് കേൾക്കാം. ഇതിനിടെ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ട എന്നും അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എത്ര രൂപ വരെയാണ് പണമായി കടയിൽ നിന്നെടുത്തതെന്ന ചോദ്യത്തിന് ആദ്യം പണം എടുത്തിട്ടില്ല എന്നാണ് മറുപടി പറയുന്നത്. എന്നാൽ അഹാനയുടെ കൂടുതൽ ചോദ്യങ്ങൾക്കൊടുവിൽ 40,000 രൂപ വരെ പണമായി എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കടയിൽ നിന്നും എടുത്ത പണം 3 പേരും തുല്യമായാണ് വീതിച്ചെടുത്തിരുന്നത്. ലക്ഷങ്ങൾ കൈക്കലാക്കി എന്ന് കണക്കു പ്രകാരം വന്നാൽ തിരിച്ചു തരുമെന്നും ജീവനക്കാരികൾ വ്യക്തമാക്കി. കൃഷ്ണകുമാറിനോടും കുടുംബത്തോടും സംസാരിച്ച ജീവനക്കാർ അവിടെ നിന്നും പോകുന്നതും വീഡിയോയിൽ കാണാം. ഈ ജീവനക്കാരികൾ ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകുന്നത്. ഈ പരാതിയിൽ ഇങ്ങനെ പറയുന്നു: കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദിയ കൃഷ്ണ 5 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ഫോൺ തട്ടിയെടുത്തുവെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞുവെന്നും ഈ ജീവനക്കാരികൾ ആരോപിച്ചിരുന്നു. ദിയ കൃഷ്ണയുടെ ഈ പറയുന്ന സ്ഥാപനം കവടിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിയ കൃഷ്ണയുടെ ഈ സ്ഥാപനത്തിൽ QR കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കൃഷ്ണകുമാർ മുൻപ് നൽകിയ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഈ കേസിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.